അനന്തകൃഷ്ണൻ ഇപ്പോഴും നമ്മൾ അനന്തകൃഷ്ണൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് അല്ലേ? ഇന്ന് ഗിയർ തുടങ്ങി. അതെ, 4ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ. ഇന്നലെ ക്ലച്ച് തുടങ്ങി. ഇന്നലെ ക്ലച്ച് ആയിരുന്നു. ഇന്നിപ്പം ഗിയർ തുടങ്ങിയിട്ട് നമ്മൾ എവിടെ പ്രാക്ടീസ് ചെയ്തു? ഫസ്റ്റ് ഗിയറൊക്കെ എവിടെ പ്രാക്ടീസ് ചെയ്തു? മോളിൽ തിയറി ക്ലാസ്സിന് ശേഷം അവിടെ ഡെമോ ഉണ്ടായിരുന്നു. ഡെമോയിൽ പഠിച്ച് അതിന് ശേഷമാണ് വണ്ടി തന്നത്. ആ ഡെമോയിൽ പഠിച്ചുകൊണ്ട് വണ്ടിയിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. ആ വണ്ടിയിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. റോഡിൽ പഠിച്ചില്ല, ഗ്രൗണ്ടിൽ 2 റൗണ്ടിലും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി. ഡെമോയിൽ പഠിക്കണോണ്ട് കോൺഫിഡൻസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിന് ഒരു ചിന്തിക്കേണ്ട ഒരു ഇത് വരില്ല. അവിടെ ഡെമോ അത്ര ഓക്കെ ആയിരുന്നു. അതുപോലെ ഇന്നലെ ക്ലച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു? ക്ലച്ച് തുടങ്ങുന്നതിന് ഇന്നലെ ക്ലച്ചിനും അവിടെ ഇതിനൊക്കെ ഡെമോ ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ പഠിച്ചതിന് ശേഷമാണ് കാറിൽ കിട്ടിയത്. ആദ്യമായിട്ട് അവിടെ പഠിച്ചിട്ട് വരണോണ്ട് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഇന്നലെ ഇന്നും കൊണ്ട് ക്ലച്ചിൻ്റെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ 2 ദിവസം ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞു. 3ൻ്റെ അന്ന് മിസ്റ്റർ അനന്തകൃഷ്ണൻ്റെ കാറ് ഞാനെടുത്ത് തന്നു. ക്ലച്ചിൻ്റെ ക്ലാസ് തുടങ്ങി, ഹാഫ് ക്ലച്ച് കൺട്രോൾ പഠിപ്പിച്ചു. അതിൻ്റെ അപകട സാധ്യതയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ അനന്തകൃഷ്ണൻ എങ്ങനെയായിരുന്നു കാർ ഓടിച്ചത്? ഞാനുണ്ടായിരുന്നു കാറിനകത്ത്. സാറ് ഇല്ലായിരുന്നു, ഒറ്റയ്ക്കാണ് കാർ ഓടിക്കാൻ വേണ്ടി തന്നത്. ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇന്നത്തെ ക്ലാസ് എങ്ങനെയായിരുന്നു? ഇന്നത്തെ ക്ലാസ് ആദ്യമായിട്ട്, ഞാൻ മുന്നേ വണ്ടി ഓടിച്ചിട്ടുള്ള ആളല്ല. ആദ്യമേ ക്ലാസ്സിൽ വന്നതിന് ശേഷം 4 ദിവസം കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്ന് 4 ദിവസം കൊണ്ട് ഇന്നായി 2 ഗ്രൗണ്ടിൽ ഒറ്റയ്ക്കാണ് ഓടിച്ചത് കാർ. ശരി. പേടിയുണ്ടായിരുന്നോ? പേടി ഇന്നലെ കുറച്ചുണ്ടായിരുന്നു. ഇന്നലെ ക്ലച്ചിൽ തുടങ്ങിയ ശേഷം ഉണ്ടായിരുന്നു. ഇന്ന് കുഴപ്പമില്ലായിരുന്നു. ആ തെങ്ങിൻ്റെ ഇവിടെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ ഇവിടെ നമ്മൾ കയറ്റാനുള്ളൂ. ഇവിടെ നമ്മൾ കയറ്റുമ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് കയറ്റണം. അതുപോലെ ഇറങ്ങുമ്പോൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് ഇറങ്ങുക. അതൊക്കെ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് അവിടെ പ്രത്യേകിച്ച് ട്രാക്കുണ്ട്, അതിനകത്തൂടെ തന്നെ പോകണം. കാരണം കമ്പി അടിച്ചിട്ടുണ്ട്, മരമുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ പോകണം. ആ ഒരു കാൽക്കുലേഷനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നതൊക്കെ? കാൽക്കുലേഷൻ സാറ് ആദ്യം പറഞ്ഞ് എന്താണൊക്കെ തന്നെ ചെയ്ത് അപ്പോൾ ഓക്കെയാണ്. ഇത് ഇവിടുത്തെ ട്രാക്കിൽ ഓട്ടിക്കുമ്പോഴത്തേക്ക് എല്ലാ തരത്തിലുള്ള ട്രെയിനും കിട്ടുന്നുണ്ട്. കയറ്റമുണ്ട്, തിരിവുണ്ട്, ഇറക്കമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരി, മൊത്തത്തിൽ അനന്തകൃഷ്ണൻ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു മിസ്റ്റർ അനന്തകൃഷ്ണൻ. ഓക്കെ.